Welcome to today's class. In this class, we are going to discuss about reciprocating pumps. While we studied centrifugal pump, we came to know what are the basic functions of a pump. So pumps are generally used for converting the mechanical energy into hydraulic energy. So pump into a general classification, pumps are generally classified into two types, rotary pumps and പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. അതിൽ റോട്ടറി പമ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അത് റോട്ടറി പമ്പിന് എക്സാമ്പിൾ എന്താണ്? സെൻട്രിഫ്യൂഗൽ പമ്പ് ഒരു റോട്ടറി പമ്പാണ്. നൗ വി ആർ ഗോയിങ് ഇൻ ഡീറ്റെയിൽ ടു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. സോ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിന് ഒരു എക്സാമ്പിളാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. സോ ആരെങ്കിലും നിങ്ങളോട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് പമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോണ്ട് ടെൽ ദാറ്റ് ഇറ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ പമ്പ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ദേ ആർ ജസ്റ്റ് എക്സാമ്പിൾസ്. So pumps are generally classified into positive displacement pump and rotary pumps. Okay. So ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ വർക്കിംഗ് എന്നാണ്. ഒരു റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ് വഴി ഈ പറയുന്ന മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറയുന്നത്. So these reciprocating pumps, they are sometimes or in this period they are very rarely used in as well pumps. ചില സന്ദർഭങ്ങളിൽ മാത്രം നമ്മൾ വെൽ പമ്പ്സ് ആയിട്ട് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ വെൻ ഹൈ ഹെഡ്സ് ആർ റിക്വയർഡ് വിത്ത് സ്മോൾ ഡിസ്ചാർജ് സജസ് ഓയിൽ ട്രാൻസ്പോർട്ടിങ് അങ്ങനത്തെ ഓപ്പറേഷൻസിന് വേണ്ടിയാണ് നമ്മൾ ജനറലി ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് യൂസ് ചെയ്യുന്നത്. What are the main components of a reciprocating pump? So reciprocating pump generally consists of a plunger അല്ലെങ്കിൽ ഒരു piston that moves forward and backward inside a cylinder. So ഇപ്പോൾ നമ്മൾ രണ്ട് പാർട്ട് പറഞ്ഞു. എന്തൊക്കെയാണ്? പ്ലഞ്ചർ അല്ലെങ്കിൽ പിസ്റ്റൺ ഉണ്ട്, that is placed inside a cylinder with the help of a connecting rod and a crank. നമ്മൾ 4 സ്ട്രോക്ക് അല്ലെങ്കിൽ 2 സ്ട്രോക്ക് എൻജിൻസ് പഠിച്ച അതേ ഒരു വർക്കിംഗ് തന്നെയാണ് ഇതിനകത്തുള്ളത്. പ്രധാനമായിട്ട് ടു സ്ട്രോക്കിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് കാണുന്നത്. ദ ക്രാങ്ക് ഈസ് റൊട്ടേറ്റഡ് ബൈ യൂസിങ് ആൻ എക്സ്റ്റേണൽ പവർ സോഴ്സ്. ദ സിലിണ്ടർ ഈസ് കണക്റ്റഡ് ടു ദ സമ്പ് ബൈ സക്ഷൻ പൈപ്പ് ആൻഡ് ടു ദ ഡെലിവറി ടാങ്ക് ബൈ ഡെലിവറി പൈപ്പ്. സോ ഈ സിലിണ്ടർ സക്ഷൻ സൈഡിലേക്ക് സക്ഷൻ പൈപ്പ് വെച്ചിട്ടും ഡെലിവറി സൈഡിലേക്ക് ഡെലിവറി പൈപ്പ് വെച്ചിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. അറ്റ് ദ സിലിണ്ടർ എൻഡ് ഓഫ് ദീസ് പൈപ്സ് നോൺ റിട്ടേൺ വാൽവ്സ് ആർ പ്രൊവൈഡഡ്. The non-return valve allows the liquid to pass only in one direction. So ഈ പറയുന്ന രണ്ട് പൈപ്പിലും, അതായത് സക്ഷൻ പൈപ്പിലും ഡെലിവറി പൈപ്പിലും നമ്മൾ ഓരോ നോൺ റിട്ടേൺ വാൽവ്സ് വെച്ചിട്ടുണ്ട്. എന്തിനാണ് നോൺ റിട്ടേൺ വാൽവ്സ് വെച്ചിരിക്കുന്നത്? നോൺ റിട്ടേൺ വാൽവ്സ് ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രം വാട്ടർ ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയാണ്, അതായത് റിവേഴ്സിൽ ഫ്ലോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന നോൺ റിട്ടേൺ വാൽവ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ ഹിയർ യു ക്യാൻ സീ സ്കീമാറ്റിക് ഓഫ് എ സിംഗിൾ cylinder reciprocating pump. So we have a cylinder. സിലിണ്ടറിനകത്ത് നമുക്കൊരു പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റൺ ഒരു പിസ്റ്റൺ റോഡ് വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ പിസ്റ്റൺ റോഡിൻ്റെ എൻഡിലേക്ക് യു ക്യാൻ സി എ കണക്റ്റിംഗ് റോഡ് അല്ലേ. സോ കണക്റ്റിംഗ് റോഡ് എവിടെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്? ക്രാങ്കിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ക്രാങ്ക് ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സ് വെച്ചിട്ട് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ കണക്റ്റിംഗ് റോഡും റൊട്ടേറ്റ് ചെയ്യും. സോ ദർ വിൽ ബി എ ടു ആൻഡ് ഫ്രോ മോഷൻ ഇൻസൈഡ് ദ സിലിണ്ടർ അല്ലെ പിസ്റ്റൺ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ കിട്ടും. നമ്മുടെ 2 സ്ട്രോക്ക് സിലിണ്ടർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ. സോ നമുക്ക് ഈ സമ്പിലേക്ക് നമ്മൾ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെളിയിലേക്ക് പോകാൻ, അതായത് നമുക്ക് എവിടെ ഡെലിവറി ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഡെലിവറി പൈപ്പും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടിടത്ത് നമ്മൾ ഓരോ ഡെലിവറി വാൽവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ്, രണ്ട് സക്ഷൻ വാൽവ് ഉണ്ട്, ഒരു ഡെലിവറി വാൽവ്. ഈ രണ്ടും നോൺ റിട്ടേൺ വാൽവ്സ് ആണ്. സോ ഒരു വൺ സൈഡിലേക്ക് മാത്രമേ ഇവിടെ ഫ്ലോ ഉണ്ടാകത്തുള്ളൂ. സോ ഇവിടെ ഈ സമ്പ് ലെവൽ തൊട്ട് ഈ സിലിണ്ടറിൻ്റെ സെൻറ്റർ വരെയുള്ള അതിനെയാണ് സക്ഷൻ ഹെഡ് എന്നും, സിലിണ്ടറിൻ്റെ സെൻറ്റർ തൊട്ട് ഡെലിവറിയുടെ സെൻറ്റർ വരെ വരുന്ന ആ ഒരു പോയിൻറ്റിനെ ഡെലിവറി ഹെഡ് HD എന്ന് നമ്മൾ പറയുന്നു. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഈ സ്കീമാറ്റിക് റെപ്രസെൻറ്റ് ചെയ്യുന്നതിരിക്കുന്ന അതാണ്. വർക്കിംഗ് നോർമൽ നമ്മുടെ 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ അതേ വർക്കിംഗ് തന്നെയാണ്. സോ ഹൗ ഡസ് ഇറ്റ് വർക്ക്? വെൻ ദ പിസ്റ്റൺ മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, എ സക്ഷൻ പ്രഷർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ സിലിണ്ടർ. ഇഫ് ദ പിസ്റ്റൺ ഈസ് സ്റ്റാർട്ടഡ് ഫോർ ദ ഫസ്റ്റ് ടൈം or after a long period, air from the suction pipe is sucked
during the suction stroke while the delivery valve is closed. അതായത് പിസ്റ്റൺ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇനീഷ്യൽ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇടത്ത് വശത്ത് നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പം അവിടെ ഒരു സക്ഷൻ നടക്കുകയാണ്. സോ ഈ ഒരു സക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു സക്ഷൻ പ്രഷർ ജനറേറ്റ് ചെയ്യും. ആ സമയത്ത് സക്ഷൻ വാൽവ് ഓപ്പൺ ആകും, ഡെലിവറി വാൽവ് ആ ടൈമിൽ ക്ലോസ്ഡ് ആയിരിക്കും. ദ ലിക്വിഡ് റൈസസ് into the suction pipe by a small height due to atmospheric pressure in the sump. During the delivery stroke, air in the cylinder is pushed out into the delivery pipe by the thrust of the piston while the suction valve is closed. When all the air from the suction pipe has been exhausted, the liquid from the sump is able to rise and enter the cylinder. ഇത് ഫസ്റ്റ് ടൈം നമ്മൾ സക്ക് ചെയ്യുമ്പോഴത്തെ കേസാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി എയർ കാണും, അത് ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് പുള്ളിന് ആ എയറിനെ അകത്തേക്ക് വലിച്ചെടുക്കും. വീണ്ടും അടുത്ത പുള്ളിന് ഡെലിവറി കൂടെ ആ എയർ വെളിയിലേക്ക് പോകും. പിന്നീട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വാട്ടറിനെ അകത്തേക്ക്, സക്ഷൻ സ്ട്രോക്കിൽ വാട്ടർ അകത്തേക്ക് കയറുന്നു, ഡെലിവറി സ്ട്രോക്കിൽ വാട്ടർ വെളിയിലേക്ക് പോകുന്നു. ഞാൻ ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോയും കൂടെ കാണിക്കും, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. During the delivery stroke, it is displaced to the delivery pipe. Thus, the liquid is delivered into the delivery tank intermittently. That is during the delivery stroke only. One of the classification of the reciprocating pump is according to the use of piston sides. അതായത് രണ്ട് പിസ്റ്റണിൻ്റെ രണ്ട് സൈഡ്സ് യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മളിതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിലൊന്ന് സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, മറ്റേത് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. നമ്മളിപ്പോൾ പഠിച്ചത് സിംഗിൾ ആക്ടിങ്, അതായത് വൺ സൈഡിൽ കൂടെയാണ് ഈ സക്ഷനും ഡെലിവറിയും നടക്കുന്നത്. പക്ഷേ ഡബിൾ ആക്ടിങ് എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തൂടെയും പാരലായിട്ട് സക്ഷനും ഡെലിവറിയും നടക്കും. അതായത് ഇപ്പം ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഇപ്പോൾ ഫിഗറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സക്ഷൻ നടക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഡെലിവറി ആയിരിക്കും നടക്കുന്നത്. അതായത് പിസ്റ്റൺ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡിൽ സക്ഷൻ നടക്കും. അതുപോലെ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഡെലിവറി നടക്കും. പിന്നെ വീണ്ടും റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ ഡെലിവറി നടക്കും, റൈറ്റ് സൈഡിൽ സക്ഷൻ നടക്കും. അങ്ങനെ സെയിം ടൈമിൽ പാരലലി വർക്കിംഗ് നടക്കുന്നതിനെയാണ് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത്. സോ ഹിയർ വി ഹാവ് എ ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. സോ ഇവിടെ രണ്ട് സൈഡിലും ഓരോ സക്ഷൻ പൈപ്പും ഓരോ ഡെലിവറി പൈപ്പും നിങ്ങൾക്ക് കാണാം. സോ ഇനീഷ്യലി എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഞാൻ ഇവിടെ ആരോ മാർക്കിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ പിസ്റ്റൺ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ആരോ കാണിക്കുന്ന അവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താ സംഭവിക്കുന്നത്? സക്ഷൻ നടക്കുന്നു അല്ലേ? സോ അവിടെ സക്ഷൻ വാൽവ് ഓപ്പൺ ആണ്. സോ ഈ സിലിണ്ടറിനകത്തേക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വാട്ടർ എൻട്രി ചെയ്യുന്നു. അപ്പം റൈറ്റ് സൈഡിൽ എന്താ? റൈറ്റ് സൈഡിൽ വാട്ടർ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഡെലിവറി വാൽവ് ഓപ്പൺ ആയിട്ട് ഇപ്പം ഡെലിവറി പൈപ്പിനകത്തൂടെ വാട്ടർ ഡെലിവറി സമ്പിലേക്ക് പോകുന്നു. സോ ഇനി റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന ടൈമിൽ അപ്പം പമ്പ് പിസ്റ്റൺ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? റൈറ്റ് സൈഡിൽ സക്ഷൻ നടക്കും, അതായത് റൈറ്റ് സൈഡിൽ സക്ഷൻ വാൽവ് ഓപ്പൺ ആവും, ലെഫ്റ്റ് സൈഡിൽ ഡെലിവറി നടക്കും. മനസ്സിലായോ? ദാറ്റ് ഇസ് എ വർക്കിംഗ് ഓഫ് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. Reciprocating pumps are further classified into single cylinder pump, double cylinder pump, triple cylinder pump. Also 4 or 5 cylinders can also be accommodated. Perhaps we have to adjust the crank accordingly. Okay. Now here we said that it is the water level, and the water is transmitted from low head to high head. And now this is first component is the suction pipe, and at the end of suction pipe the suction valve is provided. Then after next component is the cylinder. Inside the cylinder there is the pistons, and piston is connected with this piston rod. Another end of the piston rod is connected with the connecting rod. Then after it is connected with this crank, and the crank is the rotational component. The shaft of the crank is connected with the prime mover, that means electric motor or IC engine or any other devices. Then after this crank is rotated, that's why the 4 degrees given 0, 90, 180 and 270 degrees centigrade. And another side of the cylinder, the delivery valve is provided. Then after it is the delivery pipe, and here the delivery tank in which the water is to supply from a sump to the delivery tanks.
So next we move towards the working and this detail of this component. So first component is the suction pipe. So suction pipe connect the source of liquid to the cylinder, means the sum to the cylinder. This pipe is known as the suction pipe. Second component is the suction valve. The suction valve is open during the suction stroke and close at the beginning of delivery stroke. Means when the water is supplied from the sump to the cylinder, at that time the suction valve is open, and during this delivery stroke the suction valve is closed. The next component is the cylinders. It accommodates liquid during the suction stroke and discharge during the delivery stroke of the piston. Means it take the water during the suction stroke and supply the water during delivery stroke. Next component is piston and plunger. This is the reciprocating part which create negative and positive pressure due to its to and fro motions. Okay, means it is the reciprocating parts. This is the blue color part is known as the pistons, and it's moved to and fro, means it's rotated inside the cylinder. That is a top dead centers and bottom dead center, or it is also known as the IDC and ODC. So this piston is moving inside this cylinder and it's known as the reciprocating motions. And due to that, it creates sometimes negative head during the suction stroke and positive pressures during the delivery strokes. Okay. Now, what is the difference between this piston and plunger? The piston have a larger diameter and smaller length. Okay, we see it is the larger diameter and its length is smaller. Okay, in a plunger, the diameter of this component is smaller, like this as a piston rod. Okay, this diameter is smaller, but its length is larger. That is known as the plunger. Next component is the delivery valve. So here you see this the delivery valve. It's closed during the suction stroke and open at the beginning of delivery stroke. Its name is delivery valve, means when we require to deliver the water, at that time delivery valve is open, at that time it is the closed. Next component is crank and connecting rod. This is the connecting rod, this orange parts and yellow part is the crank. So what is the function of crank and connecting rod? It's convert the rotary motions of the prime mover. Prime mover means our electric motor. Okay. So shaft of this electric motor is connected here with the shaft of the crank centrally. So this is a rotary motion. So this crank is rotated. So this circle is indicating the crank motions. Okay. And these rotary motions of a crank or a prime mover is converted into the reciprocating motions of these pistons. Okay. So this crank and connecting rod is convert the rotary motion into a reciprocating motions of a piston or plunger. Next is the delivery pipe. Here you see that is the delivery pipe. So delivery pipe is connect the pump cylinders to the storage tank. This is a cylinder. Okay, so one end of this delivery pipe is connected with cylinder and another end is connected with this delivery tank. And the last component is the prime mover. Prime mover is a device which is used to drive the pump. Okay, so generally the electric motor is used to drive the pump. It is known as the prime mover. Now we go into the working. So that is a two stroke is done inside the reciprocating pump. The first one is the forward stroke. Okay, so first we go through the forward stroke, or it is also known as the suction stroke. During forward stroke, what happens when the crank is moved from 0 degree to 180 degree? Means here the 0. Okay, so crank position is changed. This yellow color component is moving from 0 to 180. Okay, due to this moment, what happened? The piston is moved towards right as shown in this figure. Means piston is here on the left side. So this crank is rotated, then connecting crank is rotated. Piston rod is also moving on right side. Then the piston is take new positions. Like here it is 90 degree. And it is further moved to 180 degree. Then it's reach on this here. That is on the bottom dead centers of the piston. At that time, what happened? The suction is created and the suction valve is open and the water is entered from the sump to the suction pipe. Okay. Then after, the vacuum is created inside the cylinders on the left side of this piston. Okay. And this causes the suction valve open and the water is come from a sump to the cylinders. Then here you see that is a completely forward stroke is completed. The crank is moving from the 0 to 180 degree. At that time, this piston is moving on the bottom dead centers and the cylinder is filled with this water.
So this liquid is enters in a cylinders and fill it. Then after second stroke is start, that is known as the reverse stroke or a delivery stroke. In a reverse stroke, the crank is moving from 180 to the 0 means 180 to 360 degree. So when is crank move from 180 to 360, the piston is moved towards the left, means from right to left. So it is again moved to this top dead part. So these cause increase the pressure in a left side of the cylinder, means here the what amount of the pressure is present, that pressure is increased. And when the pressure is increased at the initial stage of the reverse stroke, the suction and delivery both valve are closed. Okay, so due to this valve is closed, that's why the pressure is increased inside the cylinders. And due to the high pressure, the delivery valve is open. The suction valve and delivery valve is a non-return type valve. Okay, that is open only in the one side. And due to this pressure, the suction valve is moving down and it is a closed, and only delivery valve is open. And the delivery valve is open and the liquid is forced to the delivery pipe. And when the liquid is forced to the delivery pipe, it's reach in delivery pipe, then it is supplied into delivery tank and it fill the delivery tank. And the suctions and delivery valves are a non-return valves and they open and close automatically according to the pressure difference across them. Means it is non-return valve and it is operated by only on the basis of pressure difference. There are no any valve mechanism is required like the IC engines. This is a suction pipe A, this is a suction pipe B, and it is a suction valve SB, this is a suction valve SA. And this is the cylinder. Inside the cylinder it is the piston, this is the piston rod, this is the connecting rod, and it is the crank, and crank is rotate. So here 0 degree motion, then 90, 180, 270 and 360. Now this is the delivery pipe A, this is the delivery pipe B. Delivery valve DA, delivery valve DB, and the discharge is takes place from this pipe. Okay, so this is the piston, this is the one side and this is another side. On both the side, suction and delivery is takes place simultaneously. It is known as the double acting reciprocal. Simultaneously means when the one side suction is takes place, then another side delivery stroke is takes place. Okay, that is known as the simultaneously stroke. So first we go through the forward stroke. During this forward stroke, the crank is moved from this 0 degree to 180 degree. Okay, then piston is moved from this left side to right side. The piston is moved towards the right sides of the cylinders. Okay, here I indicate this arrow. It is moving from left to right sides. Then what happens? On the left side, that is a suction is created or a vacuum is created. And due to this vacuum, suction valve SA is open. Okay, and the water is start to enter from this suction valve into this left side of this piston. And on the right side, what happens? At that same time, the liquid on the right side of the piston is compressed. Means on the right side, the water is already available. This water is compressed, its pressure is increased, and the water available on the right side, at that time this delivery valve DB is open and the water is discharged through this valve DB. So this is happen in a forward stroke. Means on the left side, that is the suction is takes place, on the right side delivery is takes place. And then next stroke is known as the reverse stroke. During that what happened? Okay, during that first I explain you that in a single acting what happened? The water is not continuously supplied. Okay, that is the disadvantage of a single acting reciprocating pumps. That is the intermediate flow is taken or a pulsating flow is taken. So avoiding this disadvantage of single acting, the double acting pump is used. And by using this double acting reciprocating pump, we are able to get continuous discharge by using this double acting. Okay, in reverse stroke what happened? This crank is moving from 180 degree to 360 degree. That's why piston is moving from the right side to left sides. Okay, so it is moving from right to left side. Then what happened? On the right side, that is a suction is created. Okay, so I written here that liquid is sucked from a sump through a suction valve SB. Okay, so vacuum is created and this SB valve is open, and on this right side of this piston, that is a suction is takes place. And on the left side, what happened? On the left side, water is already available of a forward stroke water. Okay, so at that time, the liquid on the left side of the piston is compressed, and due to this pressure,
the suction valve is remains closed. Okay, at that time two valve is open. During forward stroke two valve is open, that is a SA and DB. During reverse stroke only two valve is open, that is a SB and DA. Okay, so delivery valve DA is open and liquid is discharged through this valve. Okay, then this process is continuously takes place. Okay, so one time that is a suction, another time delivery. So this process is continuous and we are able to get continuous waters by using this double acting pump.